ശ്രീഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രാശരണം. വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം 39 സർഗം. വാനര സേനാ സമാഗമം. സുഗ്രീവൻ ശ്രീരാമന്റെ സന്നിധിയിൽ ചെന്ന് സംസാരിക്കുകയാണ്. പരോപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഗ്രീവൻ ശ്രീരാമനോട് ചെന്ന് പറയുന്നു, ശക്തരായ നൂറുകണക്കിനുള്ള വാനരമുഖ്യന്മാർ, ആ കവിവീരന്മാരെല്ലാം വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നൂറുകണക്കിനുള്ള ഈ വാനരമുഖ്യന്മാർ ഭൂമിയിലുള്ള ശക്തരായ കവികളെ എല്ലാം വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ശ്രീരാമൻ്റെ അടുത്ത് ആ സുഗ്രീവൻ ചെന്നറിയിച്ചു. 100,000 കോടി, 10,000, 10 കോടി, 100 കോടി, 1000 കോടി, 20,000 കോടി, 60,000 കോടി എന്നിത്രയും വാനരന്മാരും വാനരയുധവന്മാരും തയ്യാറായിട്ടുണ്ട് അങ്ങയുടെ കാര്യത്തിനു വേണ്ടി. മഹേന്ദ്ര സമവിക്രമന്മാരും മേഘപർവ്വത തുല്യന്മാരും വിന്ധ്യമേരു നിവാസികളുമായ ആ വാനരന്മാരെല്ലാം ഉടനെ എത്തിച്ചേരും. പോരിൽ രാക്ഷസന്മാരോട് എതിരിടാൻ അവർ അങ്ങയുടെ അടുത്തെത്തും. അവർ യുദ്ധത്തിൽ രാവണനെ കൊന്ന് സീതയെ വീണ്ടുകൊണ്ടുവരും എന്നെല്ലാം സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് ആ ശ്രീരാമൻ വളരെയധികം സന്തോഷിക്കുന്നു. ശ്രീരാമന്റെ മുഖം സന്തോഷം കണ്ട് വിടർന്ന താമരപ്പൂ പോലെ പ്രകാശിച്ചു. വിടർന്ന താമരപ്പൂ പോലെ അത്രയ്ക്കും സന്തോഷമായി ശ്രീരാമന്. ഇതി ബ്രുവാണാം സുഗ്രീവം രാമോ ധർമ്മഭൃതാംവര ബാഹുഭ്യാം സംപരിഷ്വജ്യ പ്രത്യുവാച കൃതാഞ്ജലിം. തൊഴുകൈയോടുകൂടി ഇങ്ങനെ പറയുന്ന സുഗ്രീവനെ കൈകൾ കൊണ്ട് ചേർത്തു പിടിച്ച് കെട്ടിപ്പുണർന്ന് ധാർമ്മിക സത്തമനായ ശ്രീരാമൻ പറഞ്ഞു, യദി ഇന്ദ്രോ വർഷതേ വർഷം ന തച്ചിത്രം ഭവിഷ്യതി ആദിത്യോസൗ സഹസ്രാംശു കുര്യാദ്വിതിമിരം നഭ. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതിലോ സഹസ്രകിരണനായ സൂര്യൻ ആകാശത്തെ അന്ധകാരശൂന്യമാക്കുന്നതിലോ ആശ്ചര്യമില്ല. ചന്ദ്രമാ രജനിം കുര്യാൽ പ്രഭയാ സൗമ്യ നിർമ്മലാം ത്വദ്വിധോ വാപി മിത്രാണാം പ്രീതിം കുര്യാൽ പ്രദം പരം തപ. അതുപോലെ ചന്ദ്രൻ നിലാവ് കൊണ്ട് രാത്രിയെ നിർമ്മലമാക്കും. ഇതിലൊന്നും അതിശയിക്കാനില്ല. അതേപോലെ തന്നെ നിന്നെ പോലെയുള്ളവർ സത്തുക്കൾ മിത്രങ്ങൾക്ക് ഉപകാരവും ചെയ്യും. പ്രിയഭാഷിണിയാണ്. എല്ലാവരോടും പ്രിയമായി പെരുമാറുന്ന ആളാണ് ഈ സുഗ്രീവൻ. ആ സുഗ്രീവനെ ഇവിടെ പറയാണ്, നിന്നിൽ ഇങ്ങനെ ഗുണമുണ്ടായതിനാൽ ആശ്ചര്യമില്ല. സുഗ്രീവ, നീ എല്ലാവർക്കും പ്രിയം പറയുന്ന ആളാണ്. ദേവൻ പ്രിയം ചെയ്യുന്ന ആളാണ്. അത് ഞാൻ അറിയുന്നു. പ്രിയഭാഷിണിയാണ് നീയെന്ന് ഞാൻ അറിയുന്നു. തുൽസനാഥ സഖേ സംഖ്യേ സഖ്യേ തുൽസനാഥ സഖേ സംഖ്യേ ജേതാസ്മി സകലാനരീൻ
ത്വമേവ മേ സുഹൃന്മിത്രം സഹായം കർത്തുമർഹസി. സഖാവായ നീ സഹായിച്ചാൽ, തുണച്ചാൽ, മിത്രമായ നീ തുണച്ചു കഴിഞ്ഞാൽ ഈ പോരിൽ ആ രാക്ഷസന്മാരെയെല്ലാം നശിപ്പിക്കാൻ എനിക്ക് കഴിയും. ശത്രുക്കളെ ജയിക്കാൻ നിന്റെ സഹായം കൊണ്ട് എനിക്ക് സാധിക്കും. സുഹൃത്തും മിത്രവുമായ നീ തന്നെ എനിക്ക് അതിനുള്ള തുണ ചെയ്യണം. ആ രാക്ഷസാധമൻ ആത്മനാശത്തിനു വേണ്ടി മൈഥിലിയെ, പൈലോമിയായ ശചിയെ അനുഹ്ലാദൻ എന്ന പോലെ വഞ്ചിച്ച് അപഹരിച്ചു. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. എങ്ങനെ? ശചീദേവിയെ പണ്ട് അനുഹ്ലാദൻ അപഹരിച്ചു കൊണ്ടുപോയതുപോലെ. അതെങ്ങനെയാന്ന് പറയുന്നുണ്ട്. പണ്ട് ഹിരണ്യകശിപുവിന്റെ പുത്രനും പ്രഹ്ലാദന്റെ സഹോദരനുമായ അനുഹ്ലാദൻ എന്ന അസുരൻ പുലോമനെ ചതിച്ച് പുത്രിയായ ഇന്ദ്രാണിയെ പാട്ടിലാക്കി. ഇന്ദ്രൻ ഇതറിഞ്ഞ് പുലോമനെയും ആ അസുരനെയും വധിച്ച് ഇന്ദ്രാണിയെ വീണ്ടെടുത്തു. ഈ കഥ ഓർമ്മിച്ചിട്ടാണ് ശ്രീരാമൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ ആ രാവണനെ വധിച്ച് ഞാൻ സീതയെ വീണ്ടെടുക്കുമെന്നാണ് ശ്രീരാമൻ പറഞ്ഞത്. ഏതസ്മിന്നന്തരേ ചൈവ രാജസമഭിവർത്തത ഉഷ്ണതീവ്രാം സഹസ്രാംശോ ഛാദയൽ ഗഗനെ പ്രഭാം. ആ സമയത്ത് കൊടും ചൂടാർന്ന കതിരിന്റെ കാന്തിയെ മൂടിക്കൊണ്ട്, ആ സൂര്യന്റെ പ്രഭയെ മറച്ചുകൊണ്ട് ആകാശത്തിൽ പൊടിപടലം ഉയർന്നു പൊങ്ങി. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു. എന്താണ്? ആ തമസ്സിനാൽ ദൂഷിതങ്ങളായ ദിക്കുകളെല്ലാം കലങ്ങിപ്പോയി. ആ പൊടിപടലം കൊണ്ട് ദിക്കുകളൊന്നും കാണാതെയായി. കാടും മേടുമടങ്ങിയ ഊഴി മുഴുവൻ കുലുങ്ങി, ഭൂമി തന്നെ കുലുങ്ങി. തതോ നഗേന്ദ്രസംഘാശൈ തീക്ഷ്ണദംശൈ മഹാബലൈ കൃഷ്ണ സംഛാദിത ഭൂമിരസംഖേയൈ പ്ലവം ഗമൈ. ഉടൻ തന്നെ പർവ്വതതുല്യരും ദംഷം കൂർത്തവരും മഹാബലവാന്മാരുമായ എണ്ണമറ്റ വാനരന്മാരാൽ ആ മന്നിടമെല്ലാം മറയപ്പെട്ടു. ഭൂമി മുല്ലം കാണാനായി വാനരന്മാർ വന്ന് നിറഞ്ഞിട്ടവിടെ. ഒരു നിമിഷ നേരത്തിനുള്ളിൽ അസംഖ്യം കോടി പരിവാരങ്ങളുള്ളവരും നദികളിലും പർവ്വതത്തിലും കടലുകളിലും വാഴുന്നവരും കരുത്തന്മാരും കാർമേഘം പോലെ ഗർജിക്കുന്നവരുമായ വാനരയുധവന്മാരായ വാനരന്മാരാലും വനവാസികളും തരുണാർക്കവർണ്ണന്മാരും ചന്ദ്രനെ പോലെ വെണ്മയാർന്നവരും താമരയിലയുടെ നിറമുള്ളവരും വെളുത്തവരും ഹേമാചലവാസികളുമായ 10,000 കോടി വാനരന്മാരാൽ ആവൃതനായി ശ്രീമാനായ വീരനായ ആ ശതബലി എന്ന വാനരൻ വരുന്നത് കാണപ്പെട്ടു. വീരനായ ശതബലിയുടെ സൈന്യങ്ങളാണ് ഇവരെല്ലാവരും. ഇവരെല്ലാവരും നയിച്ചു കൊണ്ടുവരുന്നു. 10,000 വാനരന്മാരെ നയിച്ചു കൊണ്ടുവരുന്ന ശതബലിയെ കണ്ടു. തത് കാഞ്ചനശൈലാഭാസ്താരായ വീരവാൻ പിതാ അനേകൈർ ബഹുസാഹസ്രൈ കോടിഭി പ്രത്യദൃശ്യത. പിന്നീട് കാഞ്ചനശൈലം പോലെ ശോഭയോടുകൂടിയവനും വീര്യവാനുമായ താരയുടെ പിതാവ് അനേകായിരം കോടിപ്പേരാൽ പരിവൃതനായി കാണപ്പെട്ടു. അതുപോലെ മറ്റൊരു കോടി വാനരന്മാരോടുകൂടി സുഗ്രീവന്റെ ശ്വശുരനും രുമയുടെ പിതാവുമായ ആ വാനരനാഥനും വന്നെത്തി. പത്മകേസര സംഘാശൈസ് തരുണാർക്ക നിഭാനന ബുദ്ധിമാൻ വാനരശ്രേഷ്ഠ സർവവാനരസത്തമ അനേകൈ ബഹുസാഹസ്രൈ വാനരാണാം സമന്വിത പിതാ ഹനുമത ശ്രീമാൻ കേസരി പ്രത്യദൃശ്യത. താമരയല്ലിയുടെ നിറമാർന്നവനും തരുണാദിത്യ നിഭാനനും ബുദ്ധിമാനും വാനരശ്രേഷ്ഠനും സർവവാനരസത്തമനും ശ്രീമാനും ഹനുമാന്റെ പിതാവുമായ കേസരി അനേകായിരം വാനരന്മാരോടുകൂടി വരുന്നത് കണ്ടു. ഗോലാങ്കുലന്മാരുടെ മഹാരാജാവും ഭീമപരാക്രമിയുമായ ഗവാക്ഷൻ 1000 കോടി വാനരന്മാരാൽ പരിവൃതനായി കാണപ്പെട്ടു. ഋക്ഷാണാം ഭീമവേഗാനാം ധൂമ്രശത്രുനിബർഹണ. ധൂമ്രൻ, ശത്രുക്കളെ നശിപ്പിക്കുന്ന ധൂമ്രൻ ഋക്ഷഗണങ്ങളോടുകൂടി
കോടി സഹസ്രം 2 കോടി സഹസ്രം വൃക്ഷന്മാരോടുകൂടി അവിടെ ആവൃതനായി അവിടെ വന്നു. അതിവേഗശാലികളായ 2000 കോടി വൃക്ഷന്മാരാൽ ചുറ്റപ്പെട്ട് ശത്രുക്കളെ നശിപ്പിക്കുന്ന ധൂമ്രൻ വന്നെത്തി. മഹാചരനിഭൈർഘോരൈ പനസോ നാമയൂഥപ ആജകാമ മഹാവീര്യ ത്രിസൃഭി കോടിഭിർവൃത. മഹാപർവ്വതങ്ങൾക്കൊത്ത ഘോരന്മാരായ 3 കോടി പേരോടൊപ്പം 3 കോടി സൈനികരോടൊപ്പം മഹാവീരനായ പനസൻ എന്ന യൂഥപൻ വന്നു ചേർന്നു. നീലാഞ്ജനജയാകാരോ നീലോ നാമാഥയൂഥപ അദൃശ്യത മഹാകായ കോടിഭിർദശഭിർവൃത. നീലാഞ്ജന പർവ്വതാകാരനും അതികായനുമായ നീലൻ എന്നു പേരുള്ള യൂഥനാഥൻ 10 കോടി പേരോടൊപ്പം കാണപ്പെട്ടു. തത് കാഞ്ചനശൈലാഭോ ഗവയോ നാമ യൂഥപ ആജകാമ മഹാവീര്യ കോടിഭി പഞ്ചഭിർവൃത. പിന്നെ കനകശൈലം പൊൻശൈലം കാഞ്ചനശൈലത്തോടുകൂടിയ ശോഭയോടുകൂടിയവനും മഹാവീര്യവാനുമായ ഗവയൻ എന്ന യൂഥപൻ 5 കോടി പേരോടൊപ്പം വന്നു ചേർന്നു. ദരീമുഖശ്ച ബലവാൻ യൂഥഭോഭ്യായയൗ തഥാ വൃത കോടിസഹസ്രേണ സുഗ്രീവം സമുപസ്ഥിത. യൂഥപാലനും ബലവാനുമായ ദരീമുഖൻ ആ സമയത്ത് 1000 കോടി പേരോടൊപ്പം സുഗ്രീവ സന്നിധിയിൽ വന്നു ചേർന്നു. മൈന്ദശ്ച ദിവിദശാഭാ അശ്വിപുത്രോ മഹാബലോ കോടി സഹസ്രേണ വാനരാണാം അദൃശ്യത. അശ്വിനി ദേവനന്ദനന്മാരും ശക്തിശാലികളുമായ മൈന്ദനും ദിവിദനും കോടി ആയിരം വാനരന്മാരോടൊത്ത് കാണപ്പെട്ടു. ഗജശ്ച ബലവാൻ വീര കോടിഭിസ്ത്രിസൃഭിവൃത ആജകാമ മഹാതേജ സുഗ്രീവസ്യ സമീപത. വീരനും കരുത്തനും തേജസ്വിയുമായ ഗജനും 3 കോടി പടയോടൊപ്പം സുഗ്രീവന്റെ സമീപത്തെത്തി. വൃക്ഷരാജോ മഹാതേജ ജാംബവാൻ നാമത കോടിഭിർദശഭിപ്രാപ്ത സുഗ്രീവസ്യ വശേ സ്ഥിതേ. ജാംബവാൻ എന്ന അതിതേജസ്വിയായ വൃക്ഷരാജാവ് 10 കോടി ഭടന്മാരോടൊത്തുവന്ന് സുഗ്രീവന്റെ സമീപത്ത് നിന്നു. ബലവാനും പരാക്രമശാലിയുമായ രുമണ്വാൻ എന്ന വാനരേശ്വരനായ വാനരൻ 100 കോടി പടയോടൊത്ത് അവിടെ വേഗം വന്നെത്തി. പിന്നീട് 100,000 കോടിയായിരം പ്ലവകന്മാരാൽ പിന്തുടരപ്പെട്ട് ഗന്ധമാദനൻ വന്നെത്തി. തത് പത്മസഹസ്രേണ വൃത ശംകുശതേന ച യുവരാജ അംഗദപ്രാപ്ത പിതൃതുല്യപരാക്രമ. തത് പത്മസഹസ്രേണ വൃത ശംകുശതേന ച യുവരാജ അംഗദോ പ്രാപ്ത പിതൃതുല്യപരാക്രമ. അനന്തരം കോടിലക്ഷസഹസ്രവും പത്മസഹസ്രവും ഭടന്മാരോടുകൂടി പിതൃതുല്യ പരാക്രമയും യുവരാജാവുമായ അംഗദൻ വന്നു ചേർന്നു. അംഗദൻ ബാലിയുടെ പുത്രനാണ്. ആ ബാലിയുടെ അത്ര പരാക്രമത്തോടുകൂടിയ അംഗദൻ അവിടെ എത്തിച്ചേർന്നു. തതസ്താരാദ്യുതിസ്താരോ ഹരിർ ഭീമപരാക്രമ പഞ്ചഭിർഹരികോടിഭിർ ദൂരത പ്രത്യദൃശ്യത. പിന്നെ താരാഭയാർന്ന ഭീമപരാക്രമനായ താരൻ എന്ന വാനരൻ 5 കോടി വാനരന്മാരോടൊത്ത് ദൂരത്ത് കാണപ്പെട്ടു. തതോ യൂതപതിർവീരോ ദുർമുഖോ നാമ വാനര പ്രത്യദൃശ്യത കോടിഭ്യാം ദ്വാഭ്യാം പരിവൃതോ ബലി. പിന്നെ യൂഥപനും വീരനും കരുത്തുള്ളവനുമായ ദുർമുഖൻ എന്ന വാനരൻ 2 കോടിയോടൊപ്പം കാണായി വന്നു. 2 കോടി ഭടന്മാരോടൊപ്പം അവിടെ എത്തിച്ചേർന്നു. കൈലാസ ശിഖരാകാരൈ വാനരൈ ഭീമവിക്രമൈ കൃത കോടിസഹസ്രേണ ഹനുമാൻ പ്രത്യദൃശ്യത. കൈലാസ ശൃംഗാകൃതികളും മഹാപരാക്രമശാലികളുമായ 1000 കോടിപ്പട ചൂഴുന്ന ഹനുമാൻ
അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രജാനുകവിർവീരോ യൂഥപ പ്രത്യദൃശ്യത ഏകാദശാനാം കോടീനാം ഈശ്വരസ്തൈശ സംവൃത. 11 കോടികൾക്ക് മേലാളനും വാനരയൂഥപനും വീരനുമായ ഇന്ദ്രജാനു അവരോടൊപ്പം കാണപ്പെട്ടു. തതോ രംഭസ്തനുപ്രാപ്ത സരുണാദിത്യ സംനിഭ അയുതേനാവൃതശ്ചൈവ സഹസ്രേണ ശതേന ച. പിന്നീട് തരുണാദിത്യ സന്നിഭനായ രംഭൻ 10,000-ഉം 100,000-ഉം പേരോടൊപ്പം അവിടെ വന്നെത്തി. നളശ്ചാപി മഹാവീര്യ സംവൃതോ ദ്രുമവാസിഭി കോടീശതേന സംപ്രാപ്ത സഹസ്രേണ ശതേന ച. മഹാവീര്യവാനായ നളനും 100 കോടി വൃക്ഷവാസികളോടൊരുമിച്ച് അവിടെ വന്നു ചേർന്നു. വൃക്ഷങ്ങളിൽ വസിക്കുന്ന വാനരന്മാരോടൊത്ത് അവിടെ എത്തിച്ചേർന്നു നളൻ. തതോ ദധിമുഖ ശ്രീമാൻ കോടിഭിർ ദശഭിർവൃത സംപ്രാപ്തോ അഭിമതസ്തസ്യ സുഗ്രീവസ്യ മഹാത്മന. പിന്നെ ശ്രീമാനും മഹാത്മാവായ സുഗ്രീവന് അഭിമതനുമായ ദധിമുഖൻ 10 കോടിയോടൊപ്പം വന്നു ചേർന്നു. ശരഭ കുമുദോ വന്നിർ വാനരോ രംഹ ഏവ ച ഏതേ ചാന്യേ ച ബഹവോ വാനരാ കാമരൂപിണ ആവൃത്യ പൃഥിവീം സർവാം പർവ്വതാംശ്ച വനാനി ച യൂഥപാ സമനുപ്രാപ്താസ്തേഷാം സംഖ്യാ ന വിദ്യതേ. ശരഭൻ, കുമുദൻ, വന്നി, രംഹൻ എന്നീ വാനരന്മാരും എണ്ണിയാൽ തീരാത്തത്ര മറ്റനേകം കാമരൂപികളായ വാനരന്മാരും ഭൂമി മുഴുവനും മലകളും കാടും മുഴുവേ മറച്ചുകൊണ്ട് അവിടെ വന്നെത്തി. ആ വാനരന്മാരെ കൊണ്ട് ഭൂമിയും മലകളും കാടുമൊന്നും കാണാതായി. അത്ര വളരെ വാനരന്മാരാണ് അവിടെ എത്തിച്ചേർന്നത്. ലോകത്തിലുള്ള വിശിഷ്ടന്മാരായ സർവ വാനരന്മാരും അവിടെ വന്നെത്തി. ഓടിയും ചാടിയും ഗർജിച്ചുകൊണ്ടും ആ പ്ലവകന്മാർ മേഘങ്ങൾ സൂര്യനിൽ എന്ന പോലെ സുഗ്രീവന്റെ അടുത്ത് വന്നെത്തി. ഒട്ടേറെ ഒച്ചയിട്ടുകൊണ്ട് ഇമ്പം കലർന്ന ആ മഹാഭുജന്മാർ കവിരാജാവായ സുഗ്രീവനെ വണങ്ങിക്കൊണ്ട് സ്വയം അടിയറ ചെയ്തു, ആത്മനിവേദനം ചെയ്തു. അഥവാ സ്വയം സമർപ്പിച്ചു. മറ്റു വാനരമുഖ്യന്മാരും ഔചിത്യം പോലെ ഒതുക്കത്തിൽ സുഗ്രീവനെ സമീപിച്ച് കൈകൂപ്പിക്കൊണ്ട് നിന്നു. ധാർമ്മികനായ സുഗ്രീവൻ വേഗം ആ വാനരശ്രേഷ്ഠന്മാരെ കുറിച്ചെല്ലാം രാമനോട് ഉണർത്തിച്ചിട്ട് കൈകൂപ്പി നിന്ന് ആ വാനരന്മാരോട് ഇങ്ങനെ പറഞ്ഞു: വാനരേന്ദ്രന്മാരെ, നിങ്ങൾ സൈന്യങ്ങളെ സൗകര്യം പോലെ മലകളിലും ചോലകളിലും കാട്ടിലാകെയും വേണ്ട പോലെ കൊണ്ട് നിർത്തണം. ബലജ്ഞനായ ഞാൻ അവരുടെ ബലം അറിയാൻ ആഗ്രഹിക്കുന്നു. ബലത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് സുഗ്രീവൻ. ആ സുഗ്രീവൻ അവരുടെ ബലം അറിയാൻ ആഗ്രഹിക്കുന്നു. പറയണം, അവരുടെ ബലം, ആ സേനയുടെയൊക്കെ ബലം പരീക്ഷിച്ച് അറിയാനായിട്ട് സുഗ്രീവൻ തയ്യാറായി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ 49 സർഗഃ. അവരെക്കുറിച്ച് പറയുന്നതാണ് അടുത്ത സർഗത്തിൽ കേൾക്കുന്നത്. അവരുടെ ബലം പരീക്ഷിച്ചറിഞ്ഞ സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നു: ഇവരിൽ സർവരും അവിടുത്തെ ചൊൽക്കീഴിൽ നിൽക്കുന്നവരും സർവരും സ്വാമിഹിതൈഷികളുമാണ്. അങ്ങയുടെ അഭീഷ്ടം അനുഷ്ഠിക്കാൻ പോന്നവരാണെന്ന് ആ വാനരന്മാരെക്കുറിച്ച്, ശ്രേഷ്ഠന്മാരെക്കുറിച്ചും വാനരന്മാരെക്കുറിച്ചും ആ സൈന്യങ്ങളെക്കുറിച്ചും ഒക്കെ സുഗ്രീവൻ ഉറപ്പു പറയുന്നു ശ്രീരാമനോട്. ദൈത്യദാനവ തുല്യരായ ഘോര വാനരന്മാർ പരാക്രമശാലികളും ഭീമവിക്രമന്മാരും ബലവാന്മാരുമായ കവികളോടൊത്ത് വന്നെത്തിയിരിക്കുന്നു. അവർ വിഖ്യാതമായ കർമാവതാരങ്ങൾ ഉള്ളവരും കരുത്തുള്ളവരും തളരാത്തവരും പരാക്രമങ്ങളിൽ പേരുകേട്ടവരും ഉത്സാഹത്തിൽ മികച്ചവരുമാണ് എന്ന് സുഗ്രീവൻ പരീക്ഷിച്ചറിഞ്ഞ് ആ ശ്രീരാമനെ അറിയിച്ചു. ഇനി അടുത്ത സർഗത്തിൽ വീണ്ടും സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നത് കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ധർമ്മേണ മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.